ഡൊമിനിക് എങ്ങനെയുണ്ട്? ഡൊമിനിക് എന്താ പറയുന്നത്, നമ്മൾ പ്രതീക്ഷയിലും അപ്പുറം. കാരണം ഇത് നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് വേറൊരു ലെവലാണ്. കാരണം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ മമ്മൂക്കനെ ഭയങ്കര വേറൊരു വ്യത്യസ്ത കഥാപാത്രമായിട്ട് കണ്ടത്. എന്തായാലും നല്ലൊരു ഡിക്റ്റേറ്റീവ് ജേണറിൽ വന്ന ഈ കഥ, ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ നമ്മൾ പടം ഇങ്ങനെ കാണുന്നതോടെ ഇങ്ങനെ ഓരോരോ തലത്തിലോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ നിസ്സാരമായിട്ട് തുടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ലേഡിയുടെ പ്രേരണ, ഒരു പേഴ്സ് കിട്ടുന്ന സംഭവം തുടങ്ങി അങ്ങോട്ട് പിന്നെ ആ ഒരു ലേഡി എൻ്റെ പിന്തള്ളി ആ കേസ് എങ്ങനെ തെളിയിക്കാൻ പറ്റും എന്നുള്ള ഇതിലൂടെയാണ് ഈ കേസ് വന്ന് നമുക്കൊരു ഡിറ്റക്റ്റീവ് ജോലി. അദ്ദേഹം പോലീസിലായിരുന്നു, അദ്ദേഹം അതിൽ നിന്ന് ഇതായിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഇത് തുടങ്ങുകയാണ്. കാരണം അത് നമുക്ക് പടം കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. എന്തായാലും ഗോകുൽ സുരേഷ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ലൊരു പ്രത്യേക വ്യത്യസ്തമായിട്ടുള്ളൊരു തീമാണായാലും ഗൗതംവാസ് മലയാളത്തിന് സമ്മാനിച്ചേക്കുന്നത്. എൻ്റെ അപാരം തന്നെ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റിലോട്ടാണ് കഥ പോകുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ടീസർ ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടിട്ടൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ച്, ആയാലും ആ പ്രതീക്ഷയിൽ അപ്പുറമായിട്ടുള്ളൊരു നല്ല സൈലൻറ്റ് പടം, നല്ല നമുക്ക് ആകാംക്ഷഭരിതമായിട്ട് കാണാൻ പറ്റിയൊരു വ്യത്യസ്തമായിട്ടൊരു ഡിറ്റക്റ്റീവ് ഒരു സ്റ്റോറി. അടിപൊളി. അല്ലെങ്കിൽ മമ്മൂക്കക്ക് ഒരു പടി മുമ്പിലോട്ട് നമുക്ക് അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് സൂപ്പർ. അപ്ഡേറ്ററാണ് പിന്നെ ഗോകുലാണ് ചെയ്യുന്നുണ്ട്. ഗോകുൽ ഇത് സുരേഷ് ഗോപി നല്ല ആക്ടർ ഉണ്ട്. പിന്നെ കോമഡി ആക്ഷൻ മമ്മൂക്കി വെച്ചാക്കാൻ പറ്റും. നന്നായി ചെയ്യുന്നുണ്ട്. സെൻറ്റിമെൻറ്റ് ട്വിസ്റ്റ് ഉണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്. ഒരു ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഒരു ക്ലീശിയ മൂവിയല്ല, ഡിഫറെൻറ്റ് മൂവിയാണ്. എനിക്കിഷ്ടപ്പെട്ടു പടം. നിങ്ങൾ എനിക്കൊന്ന് 100 കോടി വർഷം സാധ്യതയില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു എൻ്റർടൈനറായിട്ട് തോന്നുന്നു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. യാതൊരു ലാഗ് എനിക്ക് തോന്നിയില്ല. പക്ഷേ ചില ആൾക്കാർ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് യാതൊരു ലാഗ് തോന്നിയില്ല. നല്ലൊരു എൻ്റർടൈനറാണ്. എന്തായാലും നമുക്ക് 2-3 വർഷം തുടങ്ങിയിട്ട് ആ പണിയെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ പാത ലാലേട്ടർ പോലെയായിട്ട് ആഗ്രഹിക്കും. പക്ഷേ ലാലേട്ടർ ഫാൻ ഓരോ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിൻ്റെ അവിടെ പടം അത്യാവശ്യം ഹൈ ആവും. സുരേഷ് കോമ്പിനേഷൻ പഴയ റെഫറൻസ് കോമഡീസ് അന്തി ആക്ഷൻ ഒരുപാട് ക്ലൈമാക്സ് വർക്കായിരുന്നു.